വാട്സ്ആപ്പ് ഗായ്സ്, ഇറ്റ്സ് മീ ജോബിങ് ഹിയർ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വന്നിട്ട് കുറച്ച് പ്രാക്കൾ സെയിലിനുണ്ട്. അപ്പോൾ ആ സെയിലിനുള്ള പ്രാക്കളൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യണത്. പിന്നെ നമ്മളാ പുതിയ കുഞ്ഞന്മാർ അടുത്ത സീസണിലേക്ക് അടുത്ത സീസൺ മീൻസ് ഓൾറെഡി ഇപ്പോഴത്തെ ടൂർണമെൻറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. നമ്മളിപ്പോഴാണ് അടുത്ത എന്താ പറയുക കുറച്ച് കുഞ്ഞന്മാരെടുത്ത് പറപ്പിക്കാനുള്ള ഒരു ഐഡിയയിൽ നിൽക്കുന്നത്. അപ്പോൾ ആ കുഞ്ഞന്മാരും അവർക്ക് വേണ്ടി നമ്മൾ തൽക്കാലം ഒരു കൂട് സെറ്റ് ചെയ്തിട്ടുണ്ട്. തൽക്കാലത്തേക്ക് ഒന്ന് ജസ്റ്റ് നടത്താൻ ഇതിനൊക്കെ ആയിട്ട് ഒരു കൂട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യണത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം ആ കൂടി പറത്താനായിട്ട് നമ്മളതിൽ കുഞ്ഞന്മാരെ അയച്ചൊരു 10-12 എണ്ണം ഉണ്ട്. അതിൽ നമ്മൾ എന്താ പറയുക ബ്രീഡിങ്ങിനായിട്ട് എന്ന് വെച്ചാൽ നാഗർകോവിലിൽ നിന്ന് ആനന്ദ്പുരയുടെ അല്ലാതെ വേറെ ലോഫ്റ്റുകളിൽ നിന്നൊക്കെ കുറച്ച് പ്രാക്കൾ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ബ്രീഡിംഗ് പെയർ വലിയ പ്രാക്കൾ അതൊക്കെ നമ്മൾ തിരിച്ചു കൊടുത്തു. അതിൻ്റെ കുഞ്ഞന്മാർ നമ്മൾ 1-2 എടുത്തിട്ടുണ്ട്. ഓരോ പേരിൽ 1-2 കുഞ്ഞൊക്കെ വെച്ച് സിംഗിളായിട്ടൊക്കെ വെച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുഞ്ഞന്മാർ നമ്മൾ അടുത്ത് വീണ്ടും നമ്മൾ അതിനെ ബ്രീഡിംഗ് പെയർ ആക്കിയിട്ട് അതിലൊന്ന് കുഞ്ഞെടുക്കണം. അതുകൊണ്ട് തന്നെ അതിനെ പുറത്തടിക്കുന്നില്ല. നമ്മൾ അല്ലാതെ തന്നെ ആനന്ദ്പുരയുടെയും അതേപോലെ ഡോക്ടറുടെ അങ്ങനെ 1-2 പ്രാക്കളൊക്കെ കിടപ്പുണ്ട്. ആ പ്രാക്കൾ നമ്മൾ ഇതേപോലെ ഈ പ്രാവശ്യത്തേക്ക് വേണ്ടി ഒന്ന് ജസ്റ്റ് കുറച്ച് ചുറ്റിച്ചെടുക്കാനും പറപ്പിക്കാനൊക്കെ എല്ലാം 1 കള്ളി 2 കള്ളി അങ്ങനെയുള്ള രീതിയിലൊക്കെ കുഞ്ഞന്മാരാണ്. സോ കുഞ്ഞന്മാരെ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. അതേപോലെ നമ്മൾ സെയിലിനുള്ള പ്രാക്കൾ പിന്നെ നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് ഒന്ന് സെറ്റ് ചെയ്ത ഒരു കൂട് പോലെ സെറ്റ് ചെയ്ത് ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ മോഡ് അറിയാമല്ലോ എല്ലാവർക്കും. നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ മോഡ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ സൈഡിൽ അത്യാവശ്യം തെങ്ങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ കുഴപ്പമില്ല, പ്രാക്കൊക്കെ ഇറങ്ങാൻ വേണ്ടിയുള്ള രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന രീതിയിലാണ് മോഡ് വരുന്നത്. നമ്മൾ മുമ്പ് എല്ലാവർക്കും അറിയാമായിരിക്കും, നമ്മൾ പ്രാവിനെ വെച്ചിരുന്നത് ആ കാണുന്ന കമ്പി പോലത്തെ ഒരു ഇതില്ല, പച്ച നെറ്റൊക്കെ ഇരിക്കുന്നത്, ആ നെറ്റിൻ്റെ താഴെയാണ് വെച്ചിരുന്നത്. അപ്പോഴാണ് ഈ പ്രാക്കൾ വന്നിട്ട് നേരെ പോസ്റ്റിൽ പോയിരിക്കും. ഇവിടെയാണ് നമ്മൾ പ്രാവിനെ വെച്ചിരുന്നത്. ഈ പച്ച കളർ ഈ നെറ്റ് ഇരിക്കുന്നതിൻ്റെ ആ ഭാഗത്തേക്ക് ഇവിടെ പ്രാക്കൾ വെച്ചിരുന്നിട്ട് ഈ പ്രാക്കൾ വന്നിരിക്കുന്ന മിക്കവാറും ഈ പറവ സ്റ്റാൻഡ് വെച്ചിട്ടുണ്ടെങ്കിലും പ്രാവ് മറ്റും പോയിരിക്കുന്നത് ആ ട്രാൻസ്ഫോമറിൻ്റെ ആ മുകളിലൊക്കെയാണ് പോയിരിക്കുന്നത്. സോ നമ്മൾ ഇപ്രാവശ്യം അവിടെ വച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിയാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പുറത്തോട്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളെ 2 വീട്ടിൻ്റെ മണ്ടയിലും ഫുൾ അമ്മ ചെടികൾ വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒന്നും വെച്ച് പറത്താനുള്ള സ്പേസ് ഇല്ല. അപ്പോൾ ഇതാണ് നമ്മളെ ഹവായ് കൂട് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇതിലിപ്പോൾ കിടക്കുന്ന കുഞ്ഞന്മാരെല്ലാവരും നമ്മൾ പറത്താൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. എല്ലാം 2 കല്ലി 3 കല്ലി അങ്ങനെയൊക്കെ വെച്ച് വന്നിട്ടുണ്ട് കുഞ്ഞന്മാർ. ഇത് നമ്മളെ ക്ലാവറിലും അതേപോലെ മറ്റേ കാശ്മീരി ഉണ്ടല്ലോ അതിലിറങ്ങിയതാണ്. ആ ബാക്കിൽ നിൽക്കുന്ന 2 ക്ലാവർ കുഞ്ഞന്മാർ അതൊക്കെ റെക്കോളിലാണ് ഇറങ്ങിയിട്ടുള്ള 2 കുഞ്ഞന്മാരും പിന്നെ ഇത് വന്നിട്ട് നമ്മളെ ജാക്കി പുള്ളി ആ ലൈനിലിറങ്ങിയ കുഞ്ഞാണ്. ഈ സിംഗിളായിട്ട് നിൽക്കണല്ലോ ഈ കുഞ്ഞ്. അതേപോലെ ഈ 2 കുഞ്ഞന്മാർ ഇറങ്ങിയത് അച്ചപ്രാവ് വന്നിട്ട് ആനന്ദ്പുരയുടെ വെള്ള ജോഡിയിലും അമ്മപ്രാവ് വന്നിട്ട് സബ്ജപ്പുള്ളിയിലാണ് വരണത്. കുഞ്ഞന്മാരിൽ ഇതിൻ്റെ തലയിൽ ജസ്റ്റ് ചെറിയ 1-2 പുള്ളികളുണ്ട്. മറ്റേ കുഞ്ഞ് പ്യൂർ വൈറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ ദേഹത്തൊക്കെ അത്യാവശ്യം അഴുക്കൊക്കെ ഉണ്ടായിരുന്നു. നമുക്കൊന്ന് കുളിപ്പിച്ച് റെഡിയാക്കിയൊക്കെ എടുക്കണം. പിന്നെ എന്താ പറയുക, ഇപ്പോൾ എല്ലാ കുഞ്ഞന്മാരും 0 കല്ലി അല്ല, ഇതെല്ലാം 1 കല്ലിയായി. ഫസ്റ്റ് കല്ലി വീണിട്ടുണ്ട്. ഫസ്റ്റ് കല്ലി വീണിട്ടുള്ളതും പിന്നെ ഏറ്റവും ഇതിൽ അത്യാവശ്യം ഏജുള്ളതിനൊക്കെ വന്നിട്ട് 3 കല്ല് വീണിട്ടുണ്ട്. 3 കല്ല് വീണ് വന്നു തുടങ്ങിയില്ല. ആ രീതിയിലൊക്കെയാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു 5 ദിവസം ഹവായ് കൂടില്ല, 5 ദിവസം 6 ദിവസം ഹവായ് കൂടിലിട്ടിരിക്കുന്നു. കാരണം നമ്മൾ ഇതുവരെയും പുറത്തോട്ടൊന്നും ഇറക്കിയിട്ടില്ലായിരുന്നു. സോ അതിന് 5 ദിവസം 6 ദിവസം ഒന്ന് ഹവായ് കൂടിലൊക്കെ ഇട്ടിട്ട് കുഞ്ഞന്മാരെ കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു എന്നുള്ളതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്നിട്ട് നമ്മൾ അത്യാവശ്യം നല്ല പ്രാക്കളെന്നൊക്കെ പറഞ്ഞ് എടുത്തിട്ടുള്ളായിരുന്നുള്ള ജോഡിയിലുള്ള കുഞ്ഞന്മാരാണ്. ഇതിലെ കുഞ്ഞന്മാർ വേറെ കൂടുതലൊക്കെ അത്യാവശ്യം നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മളെ കൂടുതൽ ഇതുവരെ പറപ്പിക്കാൻ പറ്റില്ല. നമുക്ക് ഇപ്രാവശ്യം നോക്കാം ടൈം എങ്ങനെയാണ്. നമുക്ക് ഇപ്രാവശ്യം കുറച്ച് ദിവസം നമുക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് നോക്കണം നമ്മൾ പറപ്പിക്കാനൊക്കെ. ഓക്കെ, നമുക്കൊരു 5 ദിവസമൊക്കെ ഹവായ് കൂടുതലിട്ട് വെച്ചിരിക്കുക. പിന്നെ ഒരു 5-6 ദിവസം കൂടുതലിട്ട് വെച്ചിരുന്നിട്ട് പറപ്പിക്കുക എന്നുള്ളൊരു ഐഡിയയിലാണ് നിൽക്കുന്നത്. ഓക്കെ, നമുക്ക് പറപ്പിക്കുന്ന വീഡിയോ ഒക്കെ ഇടാം, അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഹവായ് കൂട് പറഞ്ഞത്. ഈ രീതിയിലാണ് ഹവായ് കൂട് പറഞ്ഞത്. ഇത് തൽക്കാലം ഒന്ന് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ്. അവിടെ നമ്മളെ താഴത്തെ ബിൽഡിങ്ങിൻ്റെ ജസ്റ്റ് ഒന്ന് കൈവരി പോലെ കെട്ടില്ല. ആ കൈവരിയുടെ പുറത്ത് കൂടെടുത്ത് വെച്ചിട്ട് ഈ തൂണിൻ്റെ കമ്പി ഉണ്ടല്ലോ, ആ കമ്പിയിലും ജസ്റ്റ് ഒരു കയറിട്ട് കെട്ടി ഈ കമ്പും വെച്ച് കെട്ടിയിട്ട് മുകളിലൊന്ന് ജസ്റ്റ് വെയിറ്റിനൊരു 2 ഹോളോ ബ്രിക്സ് വെച്ചിട്ടുണ്ട്. സോ അനങ്ങാതെ അങ്ങനെ ഇരുന്നോളും എന്നുള്ള ഐഡിയയിൽ അങ്ങനെ വെച്ചിങ്ങനെയാണ്. വേറെ ഒരു സ്ഥലത്ത് ഫിറ്റ് ചെയ്ത് വയ്ക്കുക ഒന്നും ചെയ്തിട്ടില്ല. സോ എങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് വേറെ കുഴപ്പമില്ലാതെ നോക്കാം. അതേപോലെ ഇവരെ രാത്രി ഇടാൻ വേണ്ടി കൂട് ഇവിടെയാണ് തൽക്കാലത്തേക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കൂടും അതേപോലെ തന്നെ മറ്റേ തൂണിൻ്റെ 2 കമ്പിയുണ്ട്. ഇവിടെ ഒരു കമ്പിയുണ്ട്, ബാക്കിലൊരു കമ്പിയുണ്ട്. ആ 2 കമ്പിയിലായിട്ട് തൽക്കാലം വെച്ചിട്ട് ഒരു ബാരലെടുത്ത് അതിൻ്റെ താഴെ വെച്ച് അതിൽ ജസ്റ്റ് അവിടെ വയ്ക്കാൻ പോലെ ഒരു 4-5 കല്ല് നിരത്തി വെച്ചിട്ട് അതിൻ്റെ പുറത്താണ് കൂട് വെച്ചിരിക്കുന്നത്.
അപ്പോൾ ഇത് നമ്മൾ ചുമ്മാ ഒരു തൽക്കാലത്തേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു തക്കാളി പെട്ടി വെച്ച് ഉണ്ടാക്കിയ അറയാണ്. 1 2 3 4 5 6 6 പിന്നെ 6 7 8 9 ഏകദേശം 9 10 നമ്മൾ തക്കാളി പെട്ടി വാങ്ങിച്ചിട്ട് ഈ ഫ്ലൈവുഡ് വന്നിട്ട് നമുക്ക് ഈ ഒരു പെയിൻറ്റ് കടയിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ്. അവരുടെ ഒരു മെഷീൻ വന്നതിൻ്റെ ബോക്സാണ്. ആ ബോക്സിൽ നമ്മൾ ഈ തക്കാളി പെട്ടികൾ അടിക്കടിക്ക് ഫുള്ള് സെറ്റ് ചെയ്തതാണ്. നമ്മൾ തൽക്കാലത്തേക്ക് ജസ്റ്റ് പറപ്പ് ചെയ്ത് കുഞ്ഞന്മാരിടാൻ വേണ്ടി മാത്രമായിട്ട്, ബാക്കിയുള്ള മെയിനൊക്കെ നമ്മളെ കൂട്ടാത്താണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ തൽക്കാലത്തേക്ക് സെറ്റ് ചെയ്തിങ്ങനെയാണ്. ഇത് തൽക്കാലം നെറ്റ് പൊക്കി നമുക്ക് കുഞ്ഞന്മാരിടാനും പിടിക്കാൻ നേരത്ത് അതേപോലെ തന്നെ നെറ്റ് പൊക്കി കുഞ്ഞന്മാരെ പിടിക്കാനും ആ രീതിയിലൊക്കെ ആയിട്ടാണ് പറഞ്ഞത്. അതേപോലെ ഇവിടെ ഒരു മുകളിലൊരു കൂട് വെച്ചിട്ടുണ്ട്. അപ്പം ഇവിടെയും തൽക്കാലം ഈ ഹവായ് കൂടിൽ ഒരു 6 ദിവസമൊക്കെ ഇട്ടിട്ട് ഇവിടെ 2 ദിവസമൊക്കെ ഇട്ടിട്ട് പറപ്പിക്കുക എന്നുള്ള ഐഡിയയിലാണ് നിൽക്കുന്നത്. നമുക്ക് വേറെ ഡ്രൈവർ പ്രാവൊന്നും ഇപ്പോൾ ഇല്ല. നമ്മൾ ഉള്ള എല്ലാത്തിനും കൊടുക്കാൻ മീൻസ് നല്ല പറവയുള്ള കുറച്ച് പ്രാക്കൾ നടത്തിയിട്ട് ബാക്കിയുള്ള എല്ലാത്തിനും കൊടുക്കാൻ വേണ്ടിയുള്ള ഐഡിയയിലാണ് നിൽക്കുന്നത്. അപ്പം ഈ എന്താ പറയുക, അൺലിമിറ്റഡ് ലൈനുള്ള മാത്രം ആനന്ദപ്രഭയുടെ അൺലിമിറ്റഡ് ലൈന്, പിന്നെ മറ്റേ നമ്മളെ ഡോക്ടർ രാജ് എന്ന് പറഞ്ഞാൽ അവരുടേത്, പിന്നെ വൈശാഖ് അവരുടെ 3 പേരുടെയും കുറച്ച് പ്രാക്കൾ പോയിട്ട് പിന്നെ കുഞ്ഞന്മാരും പോയിട്ട് ബാക്കിയുള്ള എല്ലാത്തിനെയും വലിയ പ്രാക്കൾ എല്ലാത്തിനെയും കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്, ബ്രീഡിംഗ് പെയറായിട്ടുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഞാൻ പ്രാക്കൾ എത്രയും ഒന്ന് കാണിച്ചു തരാം. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് നോക്കിയിട്ട് എടുക്കാവുന്നതാണ്. നമ്മളെ ഗ്രീൻ ഐ ഉണ്ട്, അതേപോലെ മറ്റേ കത്തങ്ങ മെയിൽ പറഞ്ഞുണ്ടല്ലോ, കത്തങ്ങ ജോഡി അത് ഉണ്ട്. പിന്നെ നമ്മുടെ ഏകദേശം പ്രാക്കളും കൊടുക്കുകയാണ്. വന്നിട്ട് നമ്മളെ അൺലിമിറ്റഡ് ലൈനിലുള്ള കുറച്ച് പ്രാക്കൾ മാത്രം നിർത്തിയിരിക്കാൻ പോണ്. ബാക്കി 13 മണിക്കൂർ പറക്കുന്നതും അല്ലാതെ 7-8 മണിക്കൂർ പറക്കാൻ ഇതുള്ള കുഞ്ഞന്മാർ പറക്കുന്ന രീതിയിലുള്ള പ്രാക്കളും എല്ലാം കൊടുക്കുകയാണ്. നമ്മൾ അൺലിമിറ്റഡ് ലൈനിലുള്ള കുറച്ച് പ്രാക്കൾ മാത്രം നിർത്തിയിട്ട് ബാക്കിയുള്ള തന്നെ നമ്മളിനി ചിക്സ് നമ്മുടെ ആവശ്യത്തിന് മാത്രം എടുക്കാമെന്നുള്ള ഐഡിയയിലാണ് നിൽക്കുന്നത്. കാരണം വേറെ ആർക്കും നോക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇപ്പം നമ്മളില്ലാത്ത സമയത്ത് വേറെ ആർക്കും നോക്കാൻ പറ്റില്ല. അപ്പോൾ ഫുഡ് കൊടുക്കുന്ന കാര്യം മാത്രമേ എല്ലാവർക്കും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ബാക്കിയുള്ള പ്രാക്കൾ അത്രയും കൊടുത്തിട്ട് നമ്മുടെ കൂട്ടിൽ മെയിനായിട്ടുള്ള കുറച്ച് ആൾക്കാർ മാത്രം സ്റ്റോക്ക് ചെയ്ത് നല്ല രീതിയിൽ കുഞ്ഞന്മാരെടുത്ത് നമുക്ക് വേണ്ടി ആവശ്യത്തിന് പറപ്പിക്കുക എന്നുള്ള ഐഡിയയിലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ബാക്കി മറ്റേ പ്രാക്കളത്രയും കാണാം. അൺലിമിറ്റഡ് ഇത് ബൾക്കായിട്ട് ആർക്കെങ്കിലും എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ബൾക്കായിട്ട് എടുക്കാവുന്നതാണ്. പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആർക്കെങ്കിലും ആണെങ്കിൽ ബൾക്കായിട്ടാണെന്നുണ്ടെങ്കിൽ അവർക്കെല്ലാം നല്ല രീതിയിലുള്ള പ്രാക്കളെല്ലാം കീപ്പ് ചെയ്യാം. ഓക്കെ, ഞാൻ ജസ്റ്റ് പ്രാക്കളൊക്കെ ഒന്ന് കാണിച്ചു തരാം. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, ബൾക്കായിട്ട് എടുക്കാൻ പറ്റുന്ന ആരെങ്കിലും ആണെങ്കിൽ ബൾക്കായിട്ട് എടുക്കാൻ നോക്കുക. റേറ്റ് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ജോഡി നല്ല ഉഗ്രൻ പെയറാണ്. നമ്മളിപ്പോൾ 6 മാസമായിട്ട് എല്ലാ പ്രാക്കളും സെപ്പറേറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. നമ്മൾ കാണിക്കുന്ന എല്ലാ പ്രാക്കളും 6 മാസം സെപ്പറേറ്റ് ചെയ്തിട്ടിരുന്നിട്ട് ഡീവാമിങ് ചെയ്ത് വാക്സിനേഷൻ കൊടുത്ത് എല്ലാം ചെയ്ത് നല്ല രീതിയിൽ സെറ്റ് ചെയ്ത പ്രാക്കളാണ്. സോ നിങ്ങൾക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഓൾറെഡി തന്നെ പെയർ ചെയ്യാവുന്നതാണ്. ഡീവാമിങ് എല്ലാം കഴിഞ്ഞിട്ടുള്ളതാണ്. സോ നിങ്ങൾക്ക് കൊണ്ടുപോയി പെയർ ചെയ്ത് നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെടുത്തിട്ട് പറപ്പിക്കാവുന്നതാണ്. നല്ല ഉഗ്രം പെയറുകളാണ്. 13 മണിക്കൂർ ആ റേഞ്ചിലൊക്കെ പറത്താൻ പറ്റിയൊരു ജോഡിയാണിത്. കുഞ്ഞന്മാരൊക്കെ 13 മണിക്കൂർ എബോ പറത്തി കിട്ടാവുന്ന ജോഡിയാണ്. സോ ആർക്കെങ്കിലും എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അടുത്ത നെക്സ്റ്റ് പ്രോഗ്രാം കാണാം. എൻ്റെ കണ്ണും ബാക്കിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നേരിട്ട് വന്ന് നോക്കണമെങ്കിൽ നേരിട്ട് വന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെ രണ്ടാമത്തെ ജോഡി ഫീമെയിൽ എന്ന് നാഗർകോവിലാണ്. മെയിൽ നമ്മളെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ടായിരുന്ന ഒരു മെയിലായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ജോഡി. അപ്പോൾ ആർക്കെങ്കിലും എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, മെയിൽ വന്നിട്ട് ഒരു മുന്തിരിക്കണ്ണും ഫീമെയിൽ വന്നിട്ട് മഞ്ഞക്കണ്ണും. മഞ്ഞക്കണ്ണിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പുറത്തേക്കാണ് ഫീമെയിൽ, ഇത് മെയിൽ. ഓക്കെ, അപ്പോൾ അടുത്ത ജോഡി വന്നിട്ട് സബ്ജയും അതേപോലെ കത്തങ്ങ ചാമ്പയിലുള്ള ഫീമെയിലാണ് പറഞ്ഞത്. അതിൽ മെയിൽ വന്നിട്ട് സബ്ജയാണ്, സബ്ജ ഗ്രീൻ ഐ ആണ് മെയിൽ. ഫീമെയിൽ വന്നിട്ട് കത്തങ്ങ മഞ്ഞക്കണ്ണാണ് പറഞ്ഞത്. കുഞ്ഞന്മാരൊക്കെ നല്ല റിസൾട്ടുള്ള കുഞ്ഞന്മാരൊക്കെയാണ്. കാശ്മീരിലൊക്കെ കുഞ്ഞന്മാർ വീണിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൽ മെയിലിന് ഒരു ലെഗിന് ചെറിയൊരു ഫോൾട്ടുണ്ട് വന്നിട്ട്, മറ്റേ ചരട് കാലിൽ ചുറ്റി വീണിട്ട് രക്തോട്ടം കിട്ടാതെ അങ്ങനെ ഒരു പ്രശ്നം വന്നതാണ്. പക്ഷേ ബ്രീഡിങ്ങിന് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പ്രശ്നമൊന്നുമില്ല. നമ്മളിപ്പോൾ 6 മാസമായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. അതിനു മുമ്പേ ഈ കാല് പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്തും കുഞ്ഞന്മാർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്താ പറയുക, നല്ല റിസൾട്ടുള്ള കുഞ്ഞന്മാർ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ വേറെ കൂട്ടുകാരുടെ കൂട്ടിലൊക്കെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നു കുഞ്ഞന്മാരെ പറപ്പിക്കാൻ. ഇതിനൊക്കെ ആയിട്ട് നല്ല റിസൾട്ടുള്ള കുഞ്ഞന്മാരൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ബേഡിനെ കാണാം. ഓക്കെ, നമ്മൾ അടുത്ത ജോഡിയാണ്. അടുത്ത ജോഡി വന്നിട്ട് കത്തങ്ങയിലൊരു മെയിലും ഗൈറയിലൊരു ഫീമെയിലാണ് പറഞ്ഞത്.
ഇതിൽ കത്തങ്ങ ജോഡി മെയിൽ വന്നിട്ട് നമ്മൾ മറ്റേ സുറുമ ഫീമെയിലൊക്കെ ഇട്ടുന്ന സമയത്ത് കുഞ്ഞന്മാരൊക്കെ നല്ല അടിപൊളി റിസൾട്ടുള്ള കുഞ്ഞന്മാർ കിട്ടുമായിരുന്നു. 13+ റിസൾട്ട് വരുന്ന രീതിയിൽ കുഞ്ഞന്മാർ കിട്ടും. അതേപോലെ തന്നെ വന്നിട്ട് ഇത് കാശ്മീരി ആ രീതിയിലെ കളറിലൊക്കെ ആയിരിക്കും മിക്കവാറും കുഞ്ഞന്മാർ ഇറങ്ങണം സുറുമയിലൊക്കെ ഇട്ട് കഴിഞ്ഞ്. ഇപ്പോൾ ഇത് വന്നിട്ട് നാഗർകോവിലുള്ള ഒരു ഫീമെയിലാണ്. പക്ഷേ കുഞ്ഞന്മാരൊക്കെ ഇറങ്ങുമ്പോൾ ഓരോ ടൈമിൽ ഓരോ രീതിയിലാണ്. ചില ടൈമിൽ ബാമ്പൂജി ടൈപ്പിൽ കുഞ്ഞന്മാർ ഇറങ്ങും, ചില ടൈമിൽ നമ്മുടെ നോർമൽ രീതിയിൽ തന്നെ. പക്ഷേ കുഞ്ഞന്മാർ കൊള്ളാമെന്നുള്ള റിസൾട്ടുള്ള കുഞ്ഞന്മാരൊക്കെ തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്തൊരു പേര് കാണാം. ഓക്കെ, ഇത് മെയിൽ കത്തങ്ങയും ഫീമെയിൽ വന്നിട്ട് ഗയറയിലാണ് ഇറങ്ങിയിട്ടുള്ളത്. ഓക്കെ, ഒരു പേരാണ്. ഫീമെയിലിൻ്റെ ദേഹത്ത് അത്യാവശ്യം അഴുക്കൊക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഒരു ചെടിയുടെ ഒരു ഇത് പറഞ്ഞാൽ പ്യൂർ വൈറ്റ് ആയിട്ട് പറഞ്ഞാൽ 2 പ്രാക്കളാണ്, ഒരു ജോഡി പ്രാവാണ്. അതിൽ മെയിൽ വന്നിട്ട് കത്തങ്ങ ഇത് മുന്തിരിക്കണ്ണാണ് പറഞ്ഞത്, ഫീമെയിൽ വന്നിട്ട് മഞ്ഞക്കണ്ണിലാണ് പറഞ്ഞത്. ഓക്കെ, ഇതാണ് ജോഡി. മുന്തിരിക്കണ്ണിലാണ് മെയിലും, അതുപോലെ ഫീമെയിൽ വന്നിട്ട് മഞ്ഞക്കണ്ണിലാണ് പറഞ്ഞത്. നല്ല ഉഗ്രൻ ഒരു സെറ്റ് തന്നെ ജോഡി പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ആർക്കെങ്കിലും എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ അടുത്ത സെറ്റ് വന്നിട്ട് ഒരു സബ്ജപ്പുള്ളി വാലിക്കറപ്പ് ഫീമെയിലും അതേപോലെ ഒരു ധാരയിൽ ഗയറ അതിലുള്ള ഒരു മെയിലുമാണ് പറഞ്ഞത്. ഈ മെയിൽ വന്നിട്ട് ആനന്ദ് ബ്രോയുടെ ലൈനിലുള്ളതാണ്. മെയിലും ഫീമെയിലും ആനന്ദ് ബ്രോയുടെ പാരൻസ് ആയിരുന്നു. അതിലിറങ്ങിയ ഒരു കുഞ്ഞാണ് വന്നിട്ട് നല്ല റിസൾട്ടുള്ള ഒരു കുഞ്ഞാണ്. ഇത് ഇപ്പോൾ ഏകദേശം 1.5-2 വയസ്സായിട്ടായി. ഇതുവരെയും പേരിട്ടിട്ടില്ല. നമ്മൾ ഇതിപ്പോൾ പേരിട്ടിട്ടില്ല ഇതുവരെയും. ഇതിപ്പോൾ പേരിടാൻ വേണ്ടിയിട്ട് നമ്മൾ നിർത്തിയിരുന്നതാണ്. അപ്പോൾ ഇത് ഒരു ജോഡിയായിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പറയുക. മെയിൽ നല്ലൊരു ഉഗ്ര മെയിലാണ്. ഓക്കെ, അടുത്ത നമ്മുടെ ലാസ്റ്റ് സെറ്റാണ്. ഇതിൽ ഫീമെയിൽ വന്നിട്ട് ഇപ്പുറത്തിരിക്കുന്ന കഴുത്തിൻ്റെ ഭാഗത്തുള്ള ചാക്ക് കയറിയിട്ടില്ലേ, അതാണ് ഫീമെയിൽ. മോൾട്ടിങ് സ്റ്റേജിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. മറ്റേത് മെയിലാണ്. ഓക്കെ, അപ്പോൾ ആർക്കെങ്കിലും എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എടുക്കുന്ന കോൺടാക്ട് നമ്പറിൽ ഒന്ന് ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, ബൾക്കായിട്ട് എടുക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ കോൺടാക്ട് ചെയ്യുക. ഓക്കെ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത ജോഡിയാണ് ഇത്. മെയിൽ വന്നിട്ട് വെള്ള കളറിൽ പറഞ്ഞാണ് മെയിൽ, മറ്റേത് ഫീമെയിലാണ്. ഫീമെയിൽ വന്നിട്ട് ചെമ്പരത്തി കണ്ണിലാണ് പറഞ്ഞത്. മെയിൽ മഞ്ച കണ്ണിൽ ഒരു കറുത്ത ലൈനൊക്കെ ഇട്ടാണ് പറഞ്ഞത്, ഒരു ഔട്ടറിൽ ആ രീതിയിൽ. ചുണ്ട് കറുത്ത കളറാണ്, എന്നാൽ ഓം ബ്ലാക്ക് ആയിട്ടാണ് പറഞ്ഞത് മെയിൽ. കൂടുതൽ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഫോട്ടോയിൽ നമുക്ക് മാക്സിമം കാണിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ കാണിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ധൃതിയിൽ എടുക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് എടുക്കാൻ പറ്റുന്നതുമില്ല. ഇത് ഫീമെയിലാണ്, ഇത് മെയിൽ. ഫീമെയിൽ അത് ചെമ്പരത്തി കണ്ണിലാണ് വന്നിട്ടുള്ളത്. കുഞ്ഞന്മാർ നല്ല റിസൾട്ടുള്ള കുഞ്ഞന്മാരാണ് എടുക്കാൻ പറ്റുന്നത്. ഓക്കെ.